ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ പവിത്രമായ ഇസ്മ പലതവണ ഉരുവിട്ടാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും. ശാരീരികവും മാനസികവുമായ ആന്തരികവും ബാഹ്യവുമായ സർവ്വ രോഗങ്ങളും ശിഫയാകാൻ കാരണമാകും. നാഫ്യ എന്ന പദം ഇതിനോട് ചേർത്തി ഉച്ചരിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കും. ഇത് എഴുതി കുടിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ നാമം സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിൽ അള്ളാഹുവിൻ്റെ തേജസ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം തേജോമയമായി തീരുകയും ചെയ്യും. വെള്ളിയാഴ്ച രാത്രിയിൽ സൂറത്തു നൂർ ഓതിയതിൻ്റെ ശേഷം ഈ നാമം 1000 തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു പ്രകാശം അവൻ്റെ എല്ലാ വിഷയത്തിലും ഫത്തുഹും ഖൈറും ലഭിക്കാൻ കാരണമാകുന്നതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് വലിയ ഫത്ഹ്, സമാധാനം, രക്ഷയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അന്നൂർ എന്ന് പറയുന്ന ഇസ്മ. അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഇസ്മാണ് നൂർ എന്ന് പറയുന്നത്. പ്രകാശം എന്നാണ് അതിനർത്ഥം. നമുക്കറിയാം അള്ളാഹു നൂറുസ്സമാവാതി വൽ അർള്, നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ കേട്ടിട്ടുണ്ട്. പ്രകാശം എന്നാണ് നൂറിൻ്റെ അർത്ഥം. വെളിച്ചം, ഒളിവ്, പ്രകാശം എന്ന്. അപ്പോൾ ഈ സ്വയം വ്യക്തമാവുകയും മറ്റുള്ളവയെ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പ്രകാശം. അപ്പോൾ പ്രകാശം എന്നുള്ളത് അത് നമുക്ക് അനുഗ്രഹമാണ് പല സന്ദർഭങ്ങളിലും, അല്ലേ? ഈ പ്രകാശമില്ലായ്മ അതൊരു അന്ധകാരമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ആ മഹത്തായ ഇസ്മ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ അമലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പല ദിവസങ്ങളിലായി നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമായതുകൊണ്ടാണ് സകല വസ്തുക്കളിലേക്കും അള്ളാഹുവിൻ്റെ പ്രകാശം പ്രവഹിക്കുമെന്ന് പറഞ്ഞത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും വളരെയധികം ഫലങ്ങൾ ചെയ്യുന്നതാണ്. അത് കൃത്യമായി ഉപയോഗിക്കാനും പ്രയോഗിക്കാനും നമുക്ക് കഴിയണം. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അദദുകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കി പ്രയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ, ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഓരോ വിഷയങ്ങളും ഉരുക്കഴിയുന്നതും കെട്ടഴിയുന്നതും അതിൽ നിന്ന് സലാമത്ത് ലഭിക്കുന്നതും നമുക്കൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ്. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ആ ഇസ്മുകളുടെ അമലുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നോട്ടിലേക്ക് പ്രത്യേകം എഴുതി വെക്കുന്നവരാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളിലെയും നിങ്ങൾ തരണം ചെയ്യാൻ ആ ഇസ്മുകളാണ് ഉപയോഗിക്കുന്നത് എന്നറിയാം. പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളും ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഖുർആനിലെ ആയത്തോ സൂറത്തോ ഓതുക. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ ദിക്റുകളോ ദുആകളോ ഉണ്ടാകും, അത് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ കൂടെ ചേർത്തുക. ഇത് മൂന്നും കൂടെ ഒരു കോംബോ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും കൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ ഈ രൂപത്തിൽ പല വിഷയങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിച്ച് നോക്കൂ. അതിലൊക്കെ വലിയ രക്ഷ നമുക്ക് ലഭിക്കാൻ കാരണമാകും. ഈ ലോകത്ത് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതെന്തുമാവട്ടെ, കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളാവട്ടെ, മക്കളില്ലാത്ത വിഷയങ്ങളാവട്ടെ, ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാവട്ടെ, അവരുടെ വൈവാഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ, നമ്മുടെ ഹസ്ബൻഡ് വൈഫ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ഏത് പ്രതിസന്ധികളും നമ്മൾ എവിടെയും നമുക്കതിന് പരിഹാരം തേടിപ്പോകാം. പക്ഷേ എവിടെ പോകുമ്പോഴും പേഴ്സണലി അത് നാമുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ. ആ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളതിനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ആ വിഷയം പറയാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള അമലുകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ മകളുടെ വിവാഹം അന്വേഷിച്ചിട്ട് ഒരുപാട് നാളുകളായി അതുമായി ബന്ധപ്പെട്ട് ശരിയാകുന്നില്ല. ഏകദേശം 31-32 വയസ്സായി, ഇപ്പോഴും അത് ശരിയായി കിട്ടുന്നില്ല. എന്നാൽ വേറെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല.
എന്നാൽ നമുക്ക് നമ്മൾ ഒരുപാട് ആളുകളോട് പറഞ്ഞിടാം, ഇങ്ങനെ എൻ്റെ മോൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടത് ആ, ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിടാം. അതോടുകൂടെ തന്നെ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ ഈ വിഷയം പറഞ്ഞ് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചില സമ്മാനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കണം. അതിൽ പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വിവാഹം ശരിയാകാനുള്ള ചില അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഖുർആനുണ്ട്, ആയത്തുണ്ട്. അതേപോലെ തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട മുത്തുനബി തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു സിക്ർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ദുആ ഉണ്ടാകും. അതിൽ അസ്മാഉൽ ഹുസ്നയിൽ ഒരു ഇസ്മുണ്ടാകും. ഇതിങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ വിഷയം നമ്മൾ ഇറക്കി വെച്ച് എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. പലപ്പോഴും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് MDMA LSD പോലെയുള്ള പുതിയ കാലങ്ങളിലെ ലഹരി ഉൽപ്പന്നങ്ങൾക്കും മദ്യത്തിനൊക്കെ അകപ്പെട്ട് വളരെയധികം മ്ലേച്ഛമായ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഉപ്പമാരെ കൊണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇന്ന കാര്യം ഇതുപോലെ ഒരു 41 ദിവസം കൃത്യമായിട്ട് ചെയ്യുമെന്ന്. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ പലർക്കും നന്നായിട്ടത് വിശ്വാസം വരും. കാരണം നമ്മൾ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഖുർആൻ ഓതിയിട്ട് അത് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് നമ്മളത് അവർക്ക് കുടിക്കാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വെക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അമലുകളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവിടെ ആത്മീയമായൊരു പരിഹാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ആത്മീയമായ പരിഹാരം എന്നുള്ളത് ഈ ദുനിയാവിൽ വെച്ച് നാം ചെയ്യുന്ന ഏതു പരിഹാരങ്ങൾക്കും മികച്ചു നിൽക്കുന്ന, മീതെ നിൽക്കുന്ന നല്ല പരിഹാരമാണ്. പലപ്പോഴും നമുക്ക് പല രൂപത്തിലും അതിൻ്റെ കൃത്യമായ അനുഭവങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് കരുതിയ എത്രയോ പ്രതിസന്ധികളുമായി നമ്മുടെ മുമ്പിൽ വരുന്ന എത്രയോ ആളുകളുണ്ട് ദൂര ദിക്കുകളിൽ നിന്ന്. അവരൊക്കെ അവരുടെ ഓരോ പ്രതിസന്ധികളും പറയുമ്പോൾ നമ്മൾ തന്നെ കുറഞ്ഞ സമയം കേൾക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അത് കേട്ട് അത് കൃത്യമായി അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരമൽ കൊടുക്കുമ്പോൾ അതിന് നല്ല റിസൾട്ട് കാണുന്നത് അത് നമ്മുടെ മഹത്വം കൊണ്ടല്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇത് സാധാരണ പലരും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കുകയും വേറുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന അമലുകൾ ഇവിടെ വരുന്ന ആളുകൾക്കറിയാം, നേരിട്ട് നിങ്ങളോട് തന്നെ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഒരു 21 ദിവസം സുബഹയ്ക്ക് ശേഷം ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ 21 ദിവസം സുബഹ് നിസ്കരിക്കുകയാണ്. മനസ്സിലായല്ലോ? അവർ നിസ്കരിക്കാത്തവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിസ്കരിക്കാത്തവരാണെങ്കിൽ പോലും അവർ നിസ്കരിക്കാൻ വേണ്ടി ഈ അമല് ചെയ്യാൻ നിസ്കരിക്കണമല്ലോ, നിസ്കാരത്തിന് ശേഷമാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അവരത് ചെയ്യുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവരിലേക്ക് ഉണ്ടാവുകയാണ്. ഇതാണ് അവിടെ ക്ലിക്കാവുന്ന സംഭവം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാവണം. ഇതുവരെ നിസ്കരിക്കാതെ, ഇതുവരെ നോമ്പനുഷ്ഠിക്കാതെ, ഇതുവരെ ഇസ്ലാമിക വിഷയങ്ങൾ പരിഗണിക്കാതെ നടന്നിരുന്ന ആൾ, ഒരു 40 വയസ്സായിട്ടും വിവാഹം ശരിയാവാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അയാളോട് നമ്മൾ അയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് 21 ദിവസം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ 21 ദിവസം സുബഹ് നിസ്കരിക്കണം. എല്ലാ നിസ്കാരങ്ങളും ഒഴിവാക്കരുത്. നമ്മളിതൊരു ദഅവത്തിൻ്റെ മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. ദഅവത്തിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ആളുകളെയും നമ്മൾ അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ട് അവരെ മുത്തുനബി തങ്ങൾ നമ്മോട് പറഞ്ഞെന്ന ആ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുകയും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഇത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർ കൃത്യമായിട്ടത് ചെയ്യുകയും, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നോട്ടമുണ്ടാകും. അള്ളാഹുവിൻ്റെ നോട്ടം പ്രത്യേകം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ അകപ്പെട്ട വിഷയത്തിൽ നമുക്കൊരു സലാമത്ത് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ, നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ദിക്ർ. അതൊരു ഇസ്മാണ്. അത് ഈ ഇസ്മുകളിലൊക്കെ പല ഇസ്മുകളും പല മലക്കുകളും ദിക്റായി ചൊല്ലുന്ന ഇസ്മുകളും കൂടെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്, ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദിക്റാണിത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിലാർക്കെങ്കിലും ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പലപ്പോഴും ചില മലക്കുകളുടെ പേര് പറഞ്ഞിട്ട് ഈ മലക്കുകളുടെ ദിക്റാണ് ഇതെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നോട്ടൊക്കെ എഴുതുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് ഇതിന് താഴെ കമൻറ്റിൽ എഴുതാൻ പറ്റും. അങ്ങനെ കഴിയുന്നവർ എഴുതി അറിയിച്ചാൽ അൽഹംദുലില്ലാ സന്തോഷമാവും. കാരണം നിങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അതിന് തിരിയുമല്ല. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയും പരിശുദ്ധാത്മാക്കളായ മലക്കുകളെയും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പ്രകാശിപ്പിച്ചത്. പലതരത്തിലുള്ള വിളക്കുകളെയും അംബിയ ഔലിയ ഉലമാക്കളെയും കൊണ്ടാണ് അള്ളാഹു ഭൂമിയെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നൂർ അന്നൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്രകാശം എന്നാണ് എല്ലാ അർത്ഥം. അപ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ മലക്കുകൾ, ഇവരെ കൊണ്ടാണ് അള്ളാഹു
ആകാശലോകം മുഴുവനും പ്രകാശപൂരിതമാക്കിയിട്ടുള്ളത്. പ്രകാശപൂരിതമാക്കിയിട്ടുള്ള അവരൊരു ലൈറ്റായിട്ട് നിലനിൽക്കാനല്ല. ആകാശഭൂമികളിലെ പ്രകാശം എന്ന് പറയുന്നത് അവരൊക്കെയാണ്, പരിശുദ്ധാത്മാക്കൾ. നമ്മുടെ ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ച് വിട പറഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരുടെ ആത്മാക്കൾ, അതേപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ, ഇവയൊക്കെയാണ് ആകാശലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ഭൂമിയിൽ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാരഥന്മാരാകുന്ന ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഉലമാക്കളുണ്ട്. ഓരോ കാലത്തും ഓരോ രൂപത്തിലുമുള്ള വലിയ വലിയ മഹത്തുക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെയാണ് ഈ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് പ്രകാശമായി നിലനിൽക്കാൻ സാധിക്കണം. അതാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമായി നിലനിൽക്കണം. ഈ പ്രകാശമായി നിലനിൽക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ നമുക്ക് സാധിക്കണം. നാം ഓരോ ദിവസവും ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ദീനിൻ്റെ കാര്യങ്ങളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുക, ദീനിൻ്റെ വിഷയങ്ങളുമായി ഏർപ്പെടുക. അവർ നിസ്കാരം ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിസ്കാരം. അവർ നിസ്കാരം നിലനിർത്തുന്നവരാണെന്ന് അന്വേഷിക്കുമ്പോൾ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ, മോനെ നിനക്ക് മരിച്ചു പോകണ്ടേ? ഇത് ചോദിക്കുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ പഴഞ്ചൻ ആളുകളാണ്. ഇതൊക്കെ ചോദിക്കേണ്ടതും പറയേണ്ടതും നമ്മുടെ ചർച്ചയിലേക്ക് വരേണ്ട വിഷയങ്ങളൊക്കെയാണ്. നിസ്കരിക്കാത്ത ആളുകളാണെന്ന് മനസ്സിലാകുമ്പോൾ ഏത് നിമിഷവും നമ്മൾ വിട പറയേണ്ടവരാണ്. നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകൾ മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സകങ്ങളിലേക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ ഉപദേശങ്ങൾ കൊടുക്കുന്നത് കാരണമായിട്ട് നമുക്ക് പ്രകാശമായി നിലനിൽക്കാൻ സാധിക്കും. അങ്ങനെ പ്രകാശമായി നാം ഓരോരുത്തരും നിലനിൽക്കുക എന്നുള്ളതാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചേർത്തി പറയുകയാണ്. ഒരാൾ ഈ ഇസ്മ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, പലതവണ ചൊല്ലിയാൽ എല്ലാ പ്രവർത്തനവും സഫലമായി തീരും, എല്ലാ ആഗ്രഹങ്ങളും അവന് പൂർത്തീകരിക്കാൻ കാരണമാകും, അവൻ്റെ ആന്തരികവും ബാഹ്യവുമായ സർവ അസുഖങ്ങളും ഭേദമാകും. നാഫ്യ എന്ന ഇസ്മ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നാഫ്യ എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാണ്. ആ ഒരു ഇസ്മും കൂടെ ചേർത്ത് ചൊല്ലിയാൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പം യാ നൂറു യാ അല്ലാ, യാ നാഫിഉ യാ അല്ലാ എന്ന് ചേർത്ത് ചൊല്ലാം. അപ്പം നമ്മുടെ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ ഒരുവിധം രോഗങ്ങൾക്കൊക്കെ ശിഫയാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകങ്ങളിലുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. ഏതൊക്കെയാണ് ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഹേർട്ട് കൃത്യമായി വർക്ക് ചെയ്യണം, നമ്മുടെ കിഡ്നി കൃത്യമായിട്ട് വർക്ക് ചെയ്യണം, അതിന് ഡാമേജ് വരാൻ പാടില്ല, അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല. അതിന് പോരായ്മകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലേ. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്കതിന് രോഗങ്ങൾ തീരെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. ഒന്നാമത് രോഗങ്ങൾ ഉണ്ടായി കൃത്യമായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷം ഉണ്ടാവില്ല, എപ്പോഴും ക്ഷീണമായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും നിസ്കരിക്കാൻ അള്ളാൻ്റെ മുമ്പിൽ കൃത്യമായി ഇബാദത്ത് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ടാണ് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യൽ അള്ളാഹുവിന് അങ്ങേറ്റവും ഇഷ്ടമുള്ളൊരു കാര്യവും കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ആന്തരികാവയവങ്ങൾക്കുള്ള രോഗങ്ങൾ എന്താണെന്നറിയില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു പനിയോ തലവേദനയോ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് കിഡ്നി മുഴുവൻ പോയിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ അത് മാറാൻ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇത് പലതവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ മതി. ഇതിൻ്റെ അതത് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ അതനുസരിച്ച് ചൊല്ലാം. അല്ലെങ്കിൽ ഒരു കൃത്യമായ എണ്ണം നിങ്ങളോട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പറഞ്ഞിരുന്നൊരു എണ്ണം ഉണ്ടാകും. ആ എണ്ണം പറയുക. പലപ്പോഴും ഇവിടെ പലരും വരുന്ന സമയത്തൊക്കെ നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് അതിൻ്റെ എണ്ണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം നാഫിഉ എന്ന പദം ചേർത്തിയിട്ട് ചൊല്ലിയാൽ വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഇത് എഴുതി കുടിക്കുകയും ചെയ്യാം. ആന്തരികാവയവങ്ങളിലൊക്കെ സംഭവിക്കുന്ന രോഗങ്ങൾക്ക് കൂടുതൽ ഫലം ചെയ്യും എഴുതിയിട്ട് കുടിക്കുമ്പോൾ. അത് എഴുതിയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് മായ്ച്ച് കുടിക്കുന്ന രൂപമുണ്ട്. അതേപോലെ തന്നെ നമ്മളത് ഈ ഇസ്മ ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കുടിക്കുന്ന രൂപമുണ്ട്. പല രൂപങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളിൽ നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. പലരും എങ്ങനെയാണ് കലം ഉപയോഗിച്ച് എഴുതേണ്ടത്,
എങ്ങനെയാണ് പിഞ്ഞാണത്തിൽ എഴുതുമ്പോൾ, പ്ലേറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതി തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കൊടുക്കാനുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അള്ളാ അത് മറ്റൊരു വിഷയത്തിൽ പറയുമ്പോൾ ഉൾപ്പെടുത്താമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാഫിഉ എന്ന പദം ചേർത്തിയിട്ട്, ഇസ്മ ചേർത്തിയിട്ട് ചൊല്ലുമ്പോൾ അത് വളരെയധികം ഫലം ചെയ്യുമെന്നുള്ളതാണ്. ഈ നാമം സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിൽ അള്ളാഹു തേജസ് വർദ്ധിപ്പിക്കും, അവൻ്റെ ഹൃദയം തേജോമയമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ ഇസ്മ നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ ഏതേതു മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ഫലമുള്ള ഇസ്മാണ്. വെള്ളിയാഴ്ച രാത്രി സൂറത്തുന്നൂർ എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. സൂറത്തുന്നൂർ ഓതിയതിൻ്റെ ശേഷം ഈ ഇസ്മ 1000 തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സൂറത്തുന്നൂർ വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാവ് ഓതിക്കൊണ്ടിരിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകം മാറ്റി വെക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ഇനി മുതൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരുപാട് അമലുകൾ കേൾക്കുമ്പോൾ, ഓരോ വീഡിയോകളും കേൾക്കുമ്പോൾ അതങ്ങ് കഴിഞ്ഞു പോകും. അപ്പോൾ പിന്നീടത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു നോട്ട്ബുക്കോ ഒരു ഡയറിയോ ഒക്കെ എടുത്ത് വെച്ച് ഈ ഇസ്മ നിങ്ങൾക്കറിയുന്ന ഭാഷയത്തിൽ, മലയാളത്തിലോ അറബിയിലോ ഒക്കെ ഹെഡിങ് കൊടുക്കുക, യാ നൂറു യാ അള്ളാഹ്. എന്നിട്ട് ഈ പറയുന്ന അമലുകളൊക്കെ അതിൽ ചെറിയ രൂപത്തിലുള്ള അർത്ഥം എഴുതി വെക്കുക. ഓരോ ഇസ്മിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ആശയം അറിഞ്ഞൊക്കെ മനസ്സിലാക്കി ചൊല്ലിയ നല്ല ഫലമുണ്ടാകും. പ്രത്യേകിച്ച് റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല ഫലം ഉണ്ടാകും. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുന്നൂർ ഓതിയത്, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അമലുകളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് അതിന് താഴെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല സമയം ഉണ്ടാകുന്ന സമയത്ത്, മനസ്സിന് റാഹത്ത് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേക ആ നോട്ട്ബുക്ക് തുറന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഹൃദയത്തിലെ കറകൾ നീങ്ങി സദാ നേരവും ഹൃദയം പ്രകാശപൂരിതമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന മറ്റൊരു അമൽ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധീകരിക്കപ്പെടണം അല്ലേ? കാരണം എന്താ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നമ്മുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല. വലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. വല്ലാഹു വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് നോക്കുന്നത്. നോക്കുന്ന സ്ഥലത്തിന് അറബിയിൽ മന്ദർ എന്ന് പറയാം. അപ്പോൾ അള്ളാഹു നോക്കുന്ന സ്ഥലമാണ്, അള്ളാഹുവിൻ്റെ മന്ദറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം. അപ്പോൾ ആ ഹൃദയം എപ്പോഴും ശുദ്ധീകരിച്ചു വെക്കണം. അപ്പോൾ ഹൃദയത്തിലെ കറകൾ നീങ്ങി സദാസമയവും ഹൃദയം പ്രകാശപൂരിതമായി തീരാൻ അത് അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമാണ്. ആ നോട്ടസ്ഥലം വളരെ ശുദ്ധിയായി നിലനിൽക്കാൻ ഈ ഇസ്മിന് സുബ്ഹ് നിസ്കാര ശേഷം ഉരുവിടലിനെ പതിവാക്കിയാൽ മതി, വലിയ ഫലം ലഭിക്കും. നമ്മുടെ ഹൃദയം വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രഭ കൊണ്ട് സദാസമയം പ്രകാശപൂരിതമാകും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകളാണ്. അതൊരു പ്രത്യേക ദിക്റും കൂടെയാണ്. അങ്ങനെ നമ്മൾ സാധാരണ സ്വലാത്ത് മജ്ലിസുകളിലൊക്കെ ചൊല്ലുമ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലും, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തഹ്ലീൽ ചൊല്ലും, അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലും. അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലുന്ന ഒന്നാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ഒരു ദിക്ർ. അത് അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകൾ ചേർന്നിട്ടുള്ള ദിക്റും കൂടെയാണ്. അപ്പോൾ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 111 പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം അഹീ ഖൽബി ബിനൂരി മഅരിഫത്തിക യാ അർഹമർ റഹീമീൻ. ഞാൻ എഴുതിയിട്ടില്ല, ഒന്നുമില്ല, പ്രയാസമില്ല പഠിക്കാൻ. അഹീ ഖൽബി, അഹീ ഖൽബി, എൻ്റെ ഹൃദയത്തിനെ നീ ജീവിപ്പിക്കണേ, നീ ഹയാത്താക്കണേ. അതാണ് അഹീ ഖൽബി ബിനൂരി മഅരിഫത്തിക, നിൻ്റെ മഅരിഫത്തിൻ്റെ നൂറ് കൊണ്ട്, യാ അർഹമർ റഹീമീൻ. അതാണ് അല്ലാഹുമ്മ അഹീ ഖൽബി ബിനൂരി മഅരിഫത്തിക യാ അർഹമർ റഹീമീൻ. ഒന്ന് പറഞ്ഞു നോക്ക്. സുബ്ഹിക്ക് ശേഷം 111 പ്രാവശ്യം എഴുതി വെച്ചോ കൃത്യമായിട്ട്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 111 പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫത്തിക യാ അർഹമർ റഹീമീൻ.
എന്ന് 11 പ്രാവശ്യം ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈവച്ച് ചൊല്ലുകയും ചെയ്ത് ആ ഭാഗത്ത് ഊതുകയും ചെയ്യാൻ പല മഹാന്മാരും നിർദ്ദേശിക്കാറുണ്ട്. നല്ല ഫലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, ഈ അമലുകളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കോ. അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കാൻ ഇതെല്ലാം കാരണമാണ്. അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടാകാൻ കാരണമാണ്. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അവ്യക്തത വരികയോ യാത്രയിൽ നമുക്ക് വഴിപിഴക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല നീയത്തോടെ ഇഖ്ലാസോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഈ നാമം ഉരുവിട്ടാൽ അവർക്ക് നേർവഴി കണ്ടു കിട്ടും. വ്യക്തമായി എങ്ങനെയാണ് ആ കാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അകക്കാഴ്ച നമുക്കുണ്ടാകും, ഒരു ഉൾക്കാഴ്ച, ഇൻസൈറ്റ് നമുക്കുണ്ടാകും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്താണ് അവിടെ തീരുമാനം എടുക്കേണ്ടത് എന്ന് നമുക്കറിയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ എത്തിച്ചേരും. എന്താണ് അവിടെ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്, എന്താ എനിക്ക് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. പലപ്പോഴും പലരും പറയുന്നതാണ്, ഞാൻ എന്താ ചെയ്യുക, ഓന അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതിസന്ധിയിലാകുന്ന സമയത്ത്, എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോകുന്ന സമയത്ത് അവിടെ ടെൻഷൻ അടിച്ച് കരയാതെ, അവിടെ പ്രയാസപ്പെടാതെ വളരെ ആത്മാർത്ഥമായിട്ട് യാ നൂറു യാ അള്ളാ, യാ നൂറു യാ അള്ളാ, യാ നൂറു യാ അള്ളാ, അള്ളാൻ്റെ നൂറ് കിട്ടിയാൽ പിന്നെ ആ പ്രയാസം തീർന്നു കിട്ടുമല്ലോ. ഇരുൾ മുറ്റിയ റൂമിൽ ഏകാന്തമായിരുന്ന് കണ്ണടച്ച് ഈ ദിക്ർ ധാരാളം തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ അവൻ എത്തുകയും അത്ഭുതകരമായ പല വിഷയങ്ങളും അവനെ അറിയുകയും കാണാൻ സാധിക്കുകയും മനസ്സിലാക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. അവരുടെ കൽബിൽ എന്താണോ അവനെ കൃത്യമായി അറിയേണ്ടത് അതൊക്കെ കൃത്യമായി തെളിയുകയും ചെയ്യും. ഇതൊക്കെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയ ആളുകളാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ ചെറിയ റിയാദകളൊന്നും അല്ല കേട്ടോ, വലിയ ഒരുപാട് റിയാദകളുണ്ട്. അത്തരം റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയും വേണ്ട, നല്ല ഫലമുണ്ടാകും. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് നാം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ ഫത്ഹ നൽകട്ടെ. ഈ പരിശുദ്ധമായ നാമം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ഹൃദയമാകുന്ന ദർപ്പണം ദിക്റുകൾ കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. ഹലാലായ ആഹാരം, ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാവൂ. സുഖഭോഗങ്ങൾ, അമിതമായിട്ടുള്ള സുഖാഡംബരങ്ങളിൽ മതിമറന്ന് ജീവിക്കരുത്. ജീവിക്കാൻ ആവശ്യമായ വിഷയങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ ചെലുത്തി ബാക്കിയൊക്കെ റബ്ബിനെക്കുറിച്ച് ചിന്തിക്കാനും റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കാനും റബ്ബിനെ ദിക്റ് ചെയ്യാനും അള്ളാഹുവിലെ തഖ്വയിലായി ജീവിക്കാനും സമയം ചെലവഴിച്ച് നോമ്പുകളൊക്കെ, സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ജീവിക്കുക. അള്ളാഹു നൂറുസ്സമാവാതി വൽ അർള് എന്ന ആയത്ത് അയാൾ പതിവാക്കുകയും വെറുതെ സമയം വേസ്റ്റാക്കാതെ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നല്ല ഫലമുണ്ടാകും. ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സൂറത്തു നൂറ് പറഞ്ഞു, അള്ളാഹു നൂറുസ്സമാവാതി വൽ അർള് എന്ന് പറയുന്ന ആയത്ത് പറഞ്ഞു. യാ നൂറു യാ അള്ളാ എന്ന് പറയുന്ന പവിത്രമേറിയ ഇസ്മിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വിശദീകരിച്ചു. അള്ളാഹു ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ. ഈ ഇസ്മിൻ്റെ അദദ് എന്ന് പറയുന്നത്, നൂർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? നൂർ എന്ന് പറയുമ്പോൾ എത്ര അക്ഷരങ്ങളാ? 3 അക്ഷരങ്ങളുണ്ട്. നൂർ അല്ലേ? നൂന്, വാവ്, റോ. നൂൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അതിൻ്റെ അദദ് അറിയാം, 50 നൂൻ എന്ന് പറയുന്നത്. വാവിൻ്റെ നമുക്കറിയാം. വാവ് മനസ്സിലാക്കാൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വാവിൻ്റെ അദദ് എത്രയെന്ന് മനസ്സിലാക്കാൻ അറിയാവുന്നവർ താഴെ എഴുതി അറിയിക്കുക. 2 കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യം, രണ്ടാമത്തത് വാവിൻ്റെ അദദ് എത്ര എന്നുള്ളത്. വാവിൻ്റെ അദദ് എങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള ട്രിക്ക് എന്താണെന്നൊരു ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വാവിൻ്റെത് 6 അപ്പോൾ 50 6 എത്രയായി? 56. ഇനി റോ എന്നുള്ളത് 200 അപ്പോൾ 256 ഇതിൻ്റെ അദദ്. അപ്പോൾ ഇതിൻ്റെ ഖാദിമീങ്ങളായ മലക്കുകൾ, ആ മലക്കുകളെ കീഴിലുള്ള ഒരുപാട് നായകന്മാർ, അണികൾ, അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ ഇസ്മ കൊണ്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാനും അതിൽ ഫത്ഹ് നൽകാനൊക്കെ കാരണമായിട്ട് പ്രവർത്തിക്കും. അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ.
അള്ളാഹു നമുക്ക് വലിയ ഫതഹ് നൽകട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ വലിയ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ട എത്രയോ ആളുകൾ ഇവിടെ ഓരോ ചൊവ്വാഴ്ചകളിലും നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ നമുക്കാകെ പ്രതീക്ഷയുള്ളത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ആമീൻ പറയുന്നു. നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല, നിങ്ങളൊക്കെ ആമീൻ പറയുമ്പോൾ ഇത്രയും ആളുകൾ ആമീൻ പറയുമ്പോൾ അള്ളാഹു തട്ടിമാറ്റൂല എന്നുള്ള ആ പ്രതീക്ഷയിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവെ, അവരൊക്കെ ഏതേത് വിഷയങ്ങൾക്കാണോ ഇവിടെ മുന്നിൽ വന്ന് പരിഹാരം പറഞ്ഞ് അവർ അമലുകൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തന്നെ സ്വന്തമായിട്ട് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ നീ അതിന് ഇജാബത്ത് നൽകണം അല്ലാ, നീ അതിന് ഖബൂൽ നൽകണം അല്ലാ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആജിലായ ശിഫ നൽകണം അല്ലാ. ഇൻഷാ അല്ലാ